നമസ്കാരം. നേപ്പാളും ശ്രീലങ്കയും മാത്രമല്ല ചുവന്നത്. ഇന്ത്യയിലെ ചുവപ്പ് കോട്ടയുടെ എണ്ണം കൂടാൻ പോവുകയാണ്. ഉത്തരേന്ത്യയും ചുവപ്പിക്കും. വേണ്ടി വന്നാൽ വനങ്ങൾ കാവിക്കൊടി താഴ്ന്നു പറക്കുന്ന അയോധ്യയും ചുവപ്പിക്കും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPയെ തള്ളിക്കളഞ്ഞ് അയോധ്യയിൽ വരെ ചെങ്കൊടി പറിക്കുവാനുള്ള ശ്രമങ്ങളിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ശ്രീലങ്ക ചുവന്നു തുടുത്തതോടെ താമസിക്കാതെ അയോധ്യയും ചുവക്കും. അതായത് BJPയെ കെട്ടുകെട്ടിച്ച് അവിടെ ചെങ്കൊടി കൊടികുത്തി വാഴിക്കുമെന്ന് അർത്ഥം. അതിന് ഇനിയും അധികം സമയം എടുക്കില്ല. ശ്രീലങ്കയിൽ ചുവപ്പ് നാട്ടിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ദിസനായകെ പ്രസിഡന്റ് ആയതോടെ ഇനി അധികം വൈകാതെ രാമന്റെ അയോധ്യ ചെങ്കൊടി അണിയുക തന്നെ ചെയ്യും. ശ്രീലങ്കയെ സംബന്ധിച്ച് കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി വേട്ടയാടിയിരുന്ന യാഥാർത്ഥ്യമായിരുന്നു വംശീയമോ മതപരമോ ആയ വിഭാഗീയതയെ അടിസ്ഥാനമാക്കിയുള്ള ആഭ്യന്തര സംഘർഷം. എന്നാൽ വംശീയമായും മതപരമായുമുള്ള എല്ലാ ഭിന്നതകളെയും അപ്രസക്തമാക്കുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും അതിനെ തുടർന്നുണ്ടായ പട്ടിണിയും ദുരിതവുമെല്ലാമായിരുന്നു ഇത്തവണ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ശ്രീലങ്കൻ ജനതയുടെ മുന്നിലുണ്ടായിരുന്നത്. വർഗീയതയും വംശീയതയുമെല്ലാം പിന്നോട്ട് പോയപ്പോൾ ശ്രീലങ്കയിലെ ഒരു വലിയ വിഭാഗം ജനത വർഗപരമായി ചിന്തിച്ചുവെന്നാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകളിൽ വ്യക്തമാകുന്നത്. ശ്രീലങ്കയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിൽ ആകെയുണ്ടായിരുന്നത് ജീവിത ദുരന്തങ്ങളെ മറികടക്കുവാനുള്ള ശുഭപ്രതീക്ഷയുടെ ഒരു മുനമ്പ് മാത്രമായിരുന്നു. അവിടെ വിഭാഗീയമായ ഒരു അജണ്ടയ്ക്കും പ്രസക്തി ഉണ്ടായിരുന്നില്ല. പ്രതിസന്ധിയെ ഏറ്റവും രൂക്ഷമായി നേരിടേണ്ടി വന്ന വലിയൊരു വിഭാഗം രക്ഷകനായി ഇടതുപക്ഷ നയസമീപനം മുന്നോട്ട് വെച്ച ദിസനായകയെ പിന്തുണച്ചുവെന്നാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. ശ്രീലങ്കയിൽ ചുവപ്പ് നാട്ടിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ദിസനായകെ പ്രസിഡന്റ് ആയതോടെ കേരളവും ഉറ്റുനോക്കുകയാണ്. അടുത്ത കാലത്ത് കേരളം സന്ദർശിച്ച ദിസനായകെ വിനോദസഞ്ചാര വ്യവസായ ചികിത്സാ മേഖലയിൽ പരസ്പര സഹകരണം സംബന്ധിച്ച് അഭിപ്രായപ്പെട്ടിരുന്നു. മലയാളികളുടെ റിസോർട്ടുകളിലടക്കം പല സ്ഥാപനങ്ങൾ കൊളംബോയിലുണ്ട്. പലതും ആയുർവേദ റിസോർട്ടുകളാണ്. ശ്രീലങ്കക്കാർക്ക് ആയുർവേദ ചികിത്സയിൽ താല്പര്യമുള്ളവരായതിനാൽ ഈ മേഖലയിൽ പരസ്പര സഹകരണത്തിന് സാധ്യത ഏറെയാണ്. വ്യാവസായിക IT മേഖലകളിലും സഹകരണത്തിന് സാധ്യതകളുണ്ട്. സിലോൺ ആയിരുന്ന കാലം മുതലേ മലയാളിയുമായി അടുത്ത ബന്ധമുള്ള നാടാണിത്. മലയാളികൾക്കായി പ്രത്യേകം റേഡിയോ സംരക്ഷണം വരെ ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് എത്തിയവരെയെല്ലാം അവിടുത്തെ പൗരന്മാരായി പരമ്പരാഗതമായി ജീവിക്കുന്നവരാണ്. കേരളത്തിലെ ചില സമുദായ സംഘടനകളുടെ അടക്കം യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീലങ്കയിൽ സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നതാണ് ദിസനായകയുടെ പ്രധാന വെല്ലുവിളി. പൊതു ചെലവ് നിയന്ത്രിക്കുകയും പൊതുവരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്ന വെല്ലുവിളിയാണ് പുതിയ പ്രസിഡന്റിനെ കാത്തിരിക്കുന്നതെന്ന് നിരവധി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയാണ്.